ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ നമ്മുടെ ബയോളജി ഓണപരീക്ഷ ഇങ്ങ് ഓടി എത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടു. കാരണം എന്താ, ബയോളജി എക്സാമും കെമിസ്ട്രി എക്സാമും ഒരേ ദിവസമാണ് എന്ന് വിചാരിച്ച് നമ്മളങ്ങ് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, 2 സബ്ജക്റ്റും അടിപൊളിയായിട്ട് പഠിച്ച് നമ്മൾ ഫുൾ മാർക്ക് നേടാൻ പോവുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോവാ. അപ്പൊ എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളെല്ലാം ഇരുന്ന് പഠിക്കാൻ പറയുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആൻഡ് ഓൾസോ നിങ്ങളും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മിസ് പറയാം. മിസ് ഓരോ ചോദ്യം പറയുമ്പോഴും മിസ് ആൻസർ എന്തായാലും പറയും. മക്കൾ എന്ത് ചെയ്യുക, അവിടുന്ന് ആൻസർ പറയാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, give an example for a technology used for gene editing. ജീൻ എഡിറ്റിംഗ് നടത്തുന്ന സാങ്കേതിക വിദ്യക്ക് ഒരു ഉദാഹരണം എഴുതുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ജീൻ എഡിറ്റിംഗിലാണ് അല്ലെ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ജീൻ എഡിറ്റിംഗിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയുടെ എക്സാമ്പിൾ, ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണടാ? അതായത് ക്യാൻസർ രോഗങ്ങളെയൊക്കെ ചെറുക്കാനും അതുപോലെ തന്നെ ജീൻ തെറാപ്പിക്കും ഒക്കെ നമ്മൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നില്ലേ? അതാണ് CRISPR-Cas9 അല്ലെ. എന്താണ്? CRISPR-Cas9 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, who were awarded the Nobel Prize in 1962 for their discovery of the double helix model of DNA? DNA-യുടെ ചുറ്റുകോവണി മാതൃകയുമായി ബന്ധപ്പെട്ട് 1962 അതായത് 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആരെല്ലാം? ഇവരാണ് ഈ ചുറ്റുകോവണി മാതൃക കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ അത് ആർക്കാണ് ഈ ഒരു നൊബേൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്? ആർക്കാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ. വാട്സൺ, അതുപോലെ ആർക്ക്? ക്രിക്കിന് അല്ലെ. വാട്സൺ ആൻഡ് ക്രിക്ക് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ആൻഡ് നെയിം ദിസ് ഫിഗർ. വാട്ട് ഈസ് ദ ടി ഇൻ ഇറ്റ്? അപ്പൊ ചിത്രം തിരിച്ചറിയുക. ഇതിൽ അടയാളപ്പെടുത്തിയ ടി എന്താണ്? ഇത് എന്തിന്റെ ചിത്രമാണടാ? ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ. ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ ന്യൂക്ലിയോടോയിഡില് മൊത്തമായിട്ട് 3 കോമ്പണൻസ് ഇല്ലേ? എന്തൊക്കെയുണ്ട്? ഈ കാണുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഇതെന്താണടാ മക്കളെ? ഇത് പഞ്ചസാര തന്മാത്ര, ഷുഗർ മോളിക്യൂൾ ആണല്ലേ. ഇതെന്താണ്? പഞ്ചസാര തന്മാത്രയാണ്. ഓക്കെ, ഇനി ഇതെന്താണടാ? ഇത് നൈട്രജൻ ബേസ് അല്ലേ. യെസ്, നൈട്രജൻ ബേസ് ആണല്ലേ. ഈ നൈട്രജൻ ബേസ് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? DNA-യിൽ 4 തരം: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലെ. അപ്പൊ ടി എന്ന് പറയുമ്പോൾ തൈമിൻ ആണ് അല്ലെ. തൈമിൻ നമ്മൾ DNA-യിലുള്ള ഒരു നൈട്രജൻ ബേസ് ആണ്. അപ്പം ഇതെന്താണ്? തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. How many pairs of chromosomes are in the nucleus of a human cell? അതായത് ഒരു മനുഷ്യന്റെ കോശത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അല്ലെ, കോശത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മൊത്തം എത്ര ക്രോമസോമുകളാണ് ഉള്ളത്? എത്ര ജോഡി? 23 ജോഡി അല്ലടാ, 23 pairs. 23 ജോഡി എന്ന് പറയുമ്പോൾ മൊത്തം 46 എണ്ണം ആയല്ലേ. ഒരു ചോദ്യം കൂടി ഉണ്ട്. Name the 2 types of chromosomes in each cell nucleus of humans. അതായത് മനുഷ്യന്റെ ഓരോ കോശത്തിലും നമുക്കറിയാം 23 ജോഡി അഥവാ 46 ക്രോമസോമുകളാണ് ഉള്ളത് അല്ലെ ന്യൂക്ലിയസിൽ. മനുഷ്യരിലുള്ള 2 തരം ക്രോമസോമുകൾ ഏതെല്ലാമാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണടാ 2 തരം ക്രോമസോമുകൾ? ഒന്ന് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെ, സ്വരൂപ ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും. അടുത്തത് എന്താണ്? സെക്സ് ക്രോമസോംസ്, ലിംഗനിർണയ ക്രോമസോമുകളും. ലിംഗനിർണയ ക്രോമസോമുകൾ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ആൻഡ് നെയിം ദീസ് സെറ്റ്സ് ഓഫ് സെക്സ് ക്രോമസോംസ് എ ആൻഡ് ബി. അപ്പൊ എ ബി എന്നീ ജോഡി ലിംഗനിർണയ ക്രോമസോമുകൾ തിരിച്ചറിയുക. അപ്പൊ എയും ബിയും നമുക്ക് ഓരോരോ ജോഡി സെക്സ് ക്രോമസോംസ്, ലിംഗനിർണയ ക്രോമസോമുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്തൊക്കെയാ? എക്സും വൈയും അല്ലെ. എക്സ് വലിയ ക്രോമസോം ആണ്, വൈ ചെറിയ ക്രോമസോം ആണ്. ഇത് 2 എക്സ് ക്രോമസോം ആണ്. നമുക്കറിയാം 2 എക്സ് ക്രോമസോമുകൾ എന്ന് പറയുമ്പം ഇത് ആരിലാ ഉള്ളത്? ഫീമെയിൽ അല്ലെ, സ്ത്രീയിലാണ്. അപ്പൊ എക്സ് വൈ ആണെങ്കിലോ മെയിൽ, പുരുഷനിലല്ലേ. പുരുഷന്റെ ലിംഗനിർണയ ക്രോമസോമുകൾ സെക്സ് ക്രോമസോംസ് ആണ് എക്സ് വൈ ക്രോമസോം കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ മെയിൽ ആൻഡ് എ ഫീമെയിൽ? സ്ത്രീയുടെയും പുരുഷന്റെയും ജനിതക ഘടനയെ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ മക്കൾ എന്താ എഴുതുക? എന്താണ്? ഇപ്പൊ മെയിൽ, പുരുഷന്റെ ജനിതക ഘടന എങ്ങനെയാടാ? എങ്ങനെയാ വരുന്നത്? 44 സൊമാറ്റിക് ക്രോമസോം, സ്വരൂപ ക്രോമസോമുകളും ഒരു ജോഡി സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമുകളും ആണുള്ളത് അല്ലെ. അത് ഏതൊക്കെയാണ്? എക്സും
വൈയും. അപ്പൊ 44 പ്ലസ് എക്സ് വൈ. ഇതേ സമയത്ത് സ്ത്രീ ആണെങ്കിലോ ഫീമെയിൽ, സ്ത്രീ അല്ലെ, എങ്ങനെയാടാ വരുന്നത്? 44 പ്ലസ് എക്സ് എക്സ് വരും. അതാണ് വ്യത്യാസം. സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Name the nitrogen base that's seen only in RNA. RNA യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം DNA-യില് ഏതൊക്കെ നൈട്രജൻ ബേസുകൾ ഉണ്ട്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ എപ്പോഴും തൈമിനോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജോഡി ചേരുള്ളൂ അല്ലെ, ബൈൻഡ് ചെയ്യുള്ളൂ. 2 ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഗ്വാനിൻ ആണെങ്കിലോ 3 ഹൈഡ്രജൻ ബോണ്ട്, എപ്പോഴും സൈറ്റോസിൻ ആയിട്ട് മാത്രമേ പെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആർഎൻഎയിലോ എ ടി ഉണ്ടോ? തൈമിനില്ല. തൈമിന് പകരം എന്താ? യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പൊ എ ഡബിൾ ബോണ്ട് യു, ജി ട്രിപ്പിൾ ബോണ്ട് സി ആണ് വരുന്നത് അല്ലെ. അപ്പൊ തൈമിൻ DNA-യിലാണെങ്കിൽ അതിന് പകരം യുറാസിലാണ് RNA-യില്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് RNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ്. അപ്പൊ മക്കൾ എന്താ എഴുതേണ്ടത്? യുറാസിൽ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ 2 steps involved in protein synthesis? പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ 2 പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ? ഏതൊക്കെയാണ്? നമുക്കറിയാം, ആദ്യം DNA-യിൽ നിന്ന് ആരുണ്ടാവണം? ഒരു mRNA ഉണ്ടാവണ്ടേ? mRNA-യിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന ആ ഒരു ഘട്ടം, ആ ഒരു പ്രോസസ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതിനെ വിളിക്കുന്ന പേരെന്താണടാ? ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. ഇനി mRNA-യിൽ നിന്ന് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ലേഷൻ. അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ് പ്രോട്ടീൻ സിന്തസിസിലെ 2 ഘട്ടങ്ങൾ, 2 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ്. ഓക്കെ, അടുത്തത്, suppose the given figure is tRNA, what will be the X labeled in it? തന്നിട്ടുള്ളത് tRNA-യുടെ ചിത്രമാണ് എന്ന് കരുതുക. ഇതിലെ X എന്നത് എന്തായിരിക്കും? അപ്പൊ കരുതാനൊന്നുമില്ല, ഈ കൊടുത്തിരിക്കുന്നത് എന്താ? tRNA തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ X എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതെന്താ? ഇതൊരു അമിനോ ആസിഡ് ആണെടാ. ഇതെന്താണ്? ഇതൊരു അമിനോ ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അതായത് നമുക്കറിയാം ഈ mRNA എവിടെ വന്നിരിക്കും? നമ്മുടെ റൈബോസോമിനകത്ത് വന്നിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? പ്രോട്ടീൻ നിർമ്മിക്കാൻ. പക്ഷെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത് ആരാണ്? tRNA ആണല്ലേ. അപ്പൊ ഇതെന്താണ്? tRNA ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡ് ആണ് കേട്ടോ. അടുത്തത്, ഹു ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണടാ? നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെൻഡൽ അല്ലെ. ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണല്ലേ. മെൻഡൽ. ഓക്കെ അല്ലേ? ആളുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദി എക്സ്പെക്ടഡ് ഫീനോടൈപ്പിക് റേഷ്യോ ഇൻ ദി F2 ജനറേഷൻ ഓഫ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്? മോണോ ഹൈബ്രിഡ് ക്രോസിലെ F2 തലമുറയിലെ ഫീനോടൈപ്പിക് അനുപാതം എത്രയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫീനോടൈപ്പിക് റേഷ്യോ, ഫീനോടൈപ്പിക് അനുപാതം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് മിസ്? ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളൊരു ടോൾ പ്ലാന്റ്, ഉയരം കൂടിയ ചെടി, ഡ്വാർഫ് പ്ലാന്റ്, ഉയരം കുറഞ്ഞ ചെടീനെ എടുത്തു. ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഇനി ഗാമീറ്റ്സ് അല്ലേ, ബീജകോശങ്ങൾ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് F1 ജനറേഷൻ, 1ാം തലമുറ വന്നിരിക്കുന്നത്. അതൊക്കെ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പൊ 2ാം തലമുറ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ. 1ാം തലമുറയെ നമ്മൾ സെൽഫ് പോളിനേറ്റ്, സ്വപരാഗണം ചെയ്യുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി. നോക്കിക്കടാ, നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട്? 3 ടോള്, ഉയരം കൂടിയ ചെടിയും 1 ഡ്വാർഫ് അല്ലെ, 1 ഉയരം കുറഞ്ഞ ചെടിയും വന്നു. അപ്പൊ ഫീനോടൈപ്പിക് റേഷ്യോ എന്താ വരുന്നത്? ഈ കൊടുത്തിരിക്കുന്നത് ഒരു മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ. അപ്പൊ അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ എന്ത് വരും? 3:1 ആണ് വരുന്നത് കേട്ടോ. 3:1 ആണ്. ഇനി അതേ സമയത്ത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചതെങ്കിൽ ഫീനോടൈപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ എന്താ? 9:3:1 ആണ്. മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, മോണോഹൈബ്രിഡ് ക്രോസ് ആണോ ഡൈഹൈബ്രിഡ് ക്രോസ് ആണോ? ആദ്യ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അടുത്ത ചോദ്യം, വാട്ട് അക്കോർഡിംഗ് ടു മെന്റൽ ദ ടേംസ് ഡൊമിനന്റ് ട്രേറ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ആർ റെഫേർഡ് ടു? പ്രകടഗുണം ഗുപ്തഗുണം എന്നതുകൊണ്ട് മെന്റൽ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? എന്താണടാ? നോക്കിക്കേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പം നമ്മൾ അതിനെ ടോൾ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന എല്ലിയില് ഉയര കൂടുതലിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലിയിലും സ്മോൾ ടി എന്ന് പറയുന്ന എല്ലിയില് ഉയര കുറവിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലിയിലുമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചൊരു ജോഡിയിൽ വന്നപ്പോൾ
ആ സസ്യം എന്തായി? പ്ലാന്റ് ടോൾ പ്ലാന്റ് ആയി, ഉയരം കൂടിയ ചെടിയാണല്ലേ. അത് എന്തുകൊണ്ടാണ്? കാരണം ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തി. ക്യാപിറ്റൽ ടി ആണ് എക്സ്പ്രസ് ആയത് അല്ലടാ. അതായത് ഇവിടെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ട്രേറ്റ് ഏതാണോ ഒന്നാം തലമുറയിൽ F1 ജനറേഷനിൽ അല്ലെ, ഒന്നാം തലമുറ അഥവാ F1 ജനറേഷനിൽ പ്രകടമായ ഗുണം ഏതാണോ അത് പ്രകട ഗുണമാണ് അല്ലെ. എക്സ്പ്രസ്ഡ് ട്രേറ്റ് ഏതാണോ, പ്രകടമായ ഗുണം ഏതാണോ അതെന്താണ്? ഡൊമിനന്റ് ട്രേറ്റ് ആണ്. ഡൊമിനന്റ് ട്രേറ്റ് അഥവാ പ്രകട ഗുണം അല്ലടാ, പ്രകട ഗുണം. അതേ സമയത്ത് ഇവിടെ ഡ്വാർഫ് ഉണ്ടോ? ഇല്ല അല്ലേ. എന്താണ് ഇവിടെ? ഉയരക്കുറവ് എന്നുള്ളത് മറഞ്ഞുപോയി, ഹിഡൻ ആണ്. ഓക്കെ, അങ്ങനെയുള്ള മറഞ്ഞു പോയിട്ടുള്ള ഗുണം എന്താണ്? റെസസീവ് ട്രേറ്റ് ആണ്. എന്താ? ഗുപ്ത ഗുണമാണല്ലേ. അപ്പൊ ഹിഡൻ ട്രേറ്റ് അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെസസീവ് ട്രേറ്റ് അല്ലടാ. റെസസീവ് ട്രേറ്റ് അഥവാ ഗുപ്ത ഗുണം. ഓക്കെ, മറഞ്ഞു പോയത് ഗുപ്ത ഗുണമാണ്, പ്രകടമായത് പ്രകട ഗുണമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ. അതായത് പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉചിതമായി എഴുതുക. ഒന്നാമത്തത്, F1 ഹാസ് സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരന്റ്സ്. ഓക്കെ, ഒന്നാമത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് F1 ഇരു മാതാപിതാക്കളോടും സാമ്യം. രണ്ടാമത്തെ പ്രസ്താവന, F1 ഹാസ് നോ സിമിലാരിറ്റി വിത്ത് എനി ഓഫ് ദ പാരന്റ്സ് ക്യാരക്ടർ ഇന്റർമീഡിയറ്റ് ടു ദം. അതായത് F1 മാതാപിതാക്കളിൽ ഒരാളുമായി സാമ്യമില്ല, ഉണ്ടായ കുട്ടിക്കോ ഇടയിലുള്ള സ്വഭാവമാണ് വന്നിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന, F1 ഹാസ് സിമിലാരിറ്റി വിത്ത് വൺ ഓഫ് ദ പാരന്റ്സ്. അതായത് F1 മാതാപിതാക്കളിൽ ഒരാളുമായി സാമ്യം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡൊമിനൻസ്, കോഡൊമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, ഇതിൽ ഏതാണ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ F1 ഹാസ് സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരന്റ്സ്. അതായത് ഒന്നാം തലമുറ സസ്യങ്ങൾക്ക് രണ്ട് പാരന്റ്സിന്റെയും സ്വഭാവ ഗുണം കിട്ടിയിട്ടുണ്ട്, രണ്ട് മാതാപിതാക്കളുടെയും സ്വാമ്യം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എന്തായിരിക്കും? അതാണ് കോഡൊമിനൻസ് അല്ലടാ, കോഡൊമിനൻസ്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉണ്ടായ F1 തലമുറയ്ക്ക് ഒരു പാരന്റുമായിട്ടും സാമ്യമില്ല അല്ലെ, രണ്ട് പാരന്റ്സിനെ പോലെയും ഇല്ല, ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണുള്ളത് അല്ലെ. അതായത് ഇടയിലുള്ള സ്വഭാവം, അതാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താണടാ? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലേ. മൂന്നാമത്തത് നോക്കിക്കേ, F1 ഹാസ് സിമിലാരിറ്റി വിത്ത് വൺ ഓഫ് ദ പാരന്റ്സ്. അതായത് F1 ഒരു പാരന്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ ടോളും ഡ്വാർഫും എടുത്തു, ഉണ്ടായ കുട്ടി ടോളാണ്. അപ്പം രണ്ട് മാതാപിതാക്കളിൽ ഒരാളുടെ സാമ്യമാണ് കുട്ടിക്കുള്ളത് അല്ലെ. അത് ഡൊമിനൻസ് ആണ് കേട്ടോ. അതെന്താണ്? ഡൊമിനൻസ്. അപ്പൊ ആ പ്രസ്താവന ഡൊമിനൻസ്. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, 1 കോഡൊമിനൻസ്, 2 ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആൻഡ് 3 എന്താണ്? ഡൊമിനൻസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ആലോചിച്ച് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ഒരു മാർക്ക് അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. അടുത്ത ചോദ്യം, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, കൺട്രോൾ ഓഫ് മോർ ദാൻ വൺ ജീൻ, സ്കിൻ കളർ ഇസ് ആൻ എക്സാമ്പിൾ. അതായത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലേറെ ജീനിന്റെ നിയന്ത്രണം. നമ്മൾ എക്സാമ്പിൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, ത്വക്കിന്റെ നിറമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ അലീലിസത്തിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചത് ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ. ABO രക്തഗ്രൂപ്പ്. എന്താ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാല്? അതായത് ഒരു ജീനിന് രണ്ടിലധികം അലീലുകൾ ഉണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ അലീലിസം അല്ലെ. ഒരു ജീന് അതിനെന്താണ്? രണ്ടിലധികം അലീലുകൾ അല്ലെ, മോർ ദാൻ ടു അലീൽസ്. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയാം. ഇപ്പൊ I എന്ന് പറയുന്ന ജീൻ, ഇതാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ജീൻ. ഇതിന് IA എന്ന് പറയുന്ന അലീലുണ്ട്, IB എന്ന് പറയുന്ന അലീലുണ്ട്, സ്മോൾ I എന്ന് പറയുന്ന അലീലുണ്ട്. അപ്പൊ 3 അലീലിടാ, 3 അലീലുകൾ ഉണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുക കേട്ടോ. ഒരു ജീനിന് രണ്ടിലധികം അലീലുകൾ. എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ്. പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ സ്കിൻ കളർ ആണ് കേട്ടോ, ത്വക്കിന്റെ നിറം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ അപ്പിയറിംഗ് പിങ്ക് കളർഡ് ഫ്ലവേഴ്സ് വെൻ എ റെഡ് ഫ്ലവേർഡ് 4 o'clock പ്ലാന്റ് ഇസ് ക്രോസ്ഡ് വിത്ത് എ വൈറ്റ് ഫ്ലവേർഡ് വൺ. അതായത് റെഡ് കളറ് 4 മണിപ്പൂവിനെ വൈറ്റ് കളർ 4 മണിപ്പൂവിന്റെ ആ ചെടിയുമായി നമ്മൾ ക്രോസ് ചെയ്തു. അപ്പൊ ഉണ്ടായതാണെങ്കിലോ രണ്ടും അല്ല, രണ്ട് സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്ത പിങ്ക് കളറുള്ള പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. എന്താണത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലടാ. എന്താണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലെ. അതായത് മാതാപിതാക്കളുടെ സാമ്യം ആർക്കില്ല? കുട്ടിക്കില്ല. ഒരു ഇടത്തരം
ഗുണമാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്, ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ റെഡും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് ആണ് കിട്ടിയത്, അതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the roan coat pattern found on some cattle and horses is an example for which type of non-Mendelian inheritance? കന്നുകാലിയിലും കുതിരയിലും കാണുന്ന റോൺ കോട്ട് പാറ്റേൺ ഏത് തരം നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്? അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും കോ ഡൊമിനൻസും ഒക്കെ പഠിച്ചിരിക്കുന്നത് എന്തിൽ നിന്നാണ്? നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്നാ. അപ്പൊ നമുക്കറിയാം കന്നുകാലികളിലൊക്കെ നമുക്ക് റെഡും വൈറ്റും 2 കളർ പാറ്റേണും കാണാൻ പറ്റും. ഇതാണ് റോൺ കോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതെന്താ കാര്യം? ഏതാ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്? ഈസി അല്ലടാ, ഏതാണ്? കോഡൊമിനൻസ് അല്ലേ? യെസ്, കോഡൊമിനൻസ് ആണ് കേട്ടോ, കോഡൊമിനൻസ്. അടുത്ത ചോദ്യം, നെയിം ദ പ്രൈമറി പിഗ്മെന്റ് ദാറ്റ് ഗിവ്സ് കളർ ടു സ്കിൻ. അതായത് ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകം. ത്വക്കിന് നിറം കിട്ടുക എന്ന് പറഞ്ഞാൽ ത്വക്ക് സ്കിന്ന് ഡാർക്ക് ആവുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ സ്കിന്നിനൊക്കെ ഈ ഡാർക്ക് കളർ കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ, ഒരു പിഗ്മെന്റ് ഉണ്ട്. അത് ഏതാണ്? മെലനിൻ ആണ് കേട്ടോ. ഏതാണടാ? മെലനിൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ കൊല്ലവും 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, മെലനിൻ. അടുത്തത്, ഡ്യൂറിംഗ് ദ പെയറിംഗ് ഓഫ് ക്രോമസോംസ് ദ പോയിന്റ് ഓഫ് ദെയർ കോൺടാക്ട് ഇസ് കോൾഡ്. അതായത് ക്രോമസോമുകൾ ജോഡി ചേരുമ്പോൾ അവയുടെ ഭാഗങ്ങൾ പരസ്പരം ഇങ്ങനെ ഒന്ന് ചേരുന്ന ആ ഒരു ഭാഗം, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആ പോയിന്റിനെ എന്താ വിളിക്കുക? എന്താടാ വിളിക്കുക? അതായത് നോക്കിക്കേ, ഇപ്പൊ ക്രോമസോംസ് ഇങ്ങനെ ജോഡി ചേർന്നു. ഇനി അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവരവരുടെ ഭാഗങ്ങൾ പരസ്പരം കൈമാറില്ലേ? അവരവരുടെ ഭാഗങ്ങൾ ഇനി എന്ത് ചെയ്യും? പരസ്പരം ഇങ്ങനെ കൈമാറും അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേടാ, കണ്ടില്ലേ? അപ്പൊ അവരവരുടെ ഭാഗങ്ങൾ എന്ത് ചെയ്തു? പരസ്പരം ഇങ്ങനെ കൈമാറാൻ പോവാണല്ലേ. അതിനെയാണ് നമ്മൾ ക്രോമസോമിന്റെ മുറിഞ്ഞുമാറൽ, ക്രോസിംഗ് ഓവർ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ 2 ക്രോമസോമുകളും പരസ്പരം കൂടി ചേരുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആ ഒരു ചേരുന്ന ഭാഗം അല്ലെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? എന്താ വിളിക്കുന്നത്? അതാണ് കയാസ്മ. അതിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. അതാണ് കയാസ്മ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇസ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ക്രോമസോംസ്. ക്രോമസോമുകൾ ജോഡി ചേരുമ്പോൾ അവയുടെ ഭാഗങ്ങൾ സന്ധിക്കുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കയാസ്മ. And the last question ആണ്, ഐഡന്റിഫൈ ദ പ്രോസസ് എ ആൻഡ് ബി ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ. എ ബി ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയകൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ആദ്യത്തെ ചിത്രം മക്കൾ കണ്ടിട്ട് ഓർമ്മയുണ്ടോ? ഇത് നമ്മളെ ക്രോസിംഗ് ഓവർ ആണല്ലേ, ക്രോമസോമിന്റെ മുറിഞ്ഞുമാറൽ. ഇനി ഇതെന്താണ്? ഇത് മ്യൂട്ടേഷൻ അല്ലടാ. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണ്? മ്യൂട്ടേഷൻ ആണ് കേട്ടോ. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് പോയിക്കോളാം. ചിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 1 മാർക്കിന്റെ ഏകദേശം 20 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ റിവൈസ് ചെയ്തു അല്ലെ. ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് വന്നാൽ അപ്പൊ തന്നെ ആ ഭാഗം ഒന്ന് പഠിക്കുക കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അവരും പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങട്ടെടാ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ എക്സാം നമ്മൾ പൊടി പൊടിക്കും. മിസ് എന്ത് ചെയ്യും? അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. ടിൽ ദെൻ ടാറ്റാ.